ഹലോ, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കാം. മുട്ടച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 മുട്ട എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിക്കി എടുക്കാം. ഒന്ന് ചിക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് അതിന് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കതൊന്ന് ചിക്കി എടുക്കാം. നല്ലോണം ഒന്ന് ചിക്കി വലിയ കഷ്ണങ്ങളായിട്ട് ഇരുന്നോട്ടെ, എങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അത് നല്ലോണം ഒന്ന് കടിക്കാൻ കിട്ടത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ചിക്കി എടുത്തതിന് ശേഷം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ തവയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് ഒരു 7-10 വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. പച്ചക്കറി നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാബേജ് ഇട്ട് കൊടുക്കും, ക്യാരറ്റ്, എന്നിട്ട് നമുക്ക് ബീൻസും ഇട്ട് കൊടുക്കുക. ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, ഒരുപാട് വാടേണ്ട ആവശ്യങ്ങളില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആ പച്ചക്കറിക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഒരു സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതി, കാരണം നമ്മൾ ചോറിനകത്ത് ഉപ്പിട്ടതാണ്, നമ്മൾ മുട്ടയിൽ ഉപ്പിട്ടതാണ്. അപ്പോൾ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. നമ്മൾ ആക്കി വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ ചോറ് റെഡിയാക്കി വെച്ചിരുന്ന ആ ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ചോറ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മക്കൾക്ക് ടിഫിൻ ഒരുക്കി കൊടുക്കാനൊക്കെ ഇതുപോലെ നമുക്ക് എളുപ്പമാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു അച്ചാറോ ഒരു പപ്പടമോ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.